അതിനിടയിലെ ഈ മതാടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥികളെ നിർത്താൻ BJP ഒരു നീക്കം നടത്തുന്നതുകൊണ്ട് ഒരു വിവരം പുറത്തു വന്നിട്ടുണ്ട്. ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ളവരെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി ഒരു പ്രത്യേക സർക്കുലർ തന്നെ BJP ഇപ്പോൾ കീഴ്ഘടകങ്ങൾക്ക് അയച്ചു എന്ന് പറയുന്നത്. പരാജയ ഭീതി പൂണ്ട BJP എന്ത് ചെയ്യും? അവര് പിന്നെ ഇപ്പം ഹിന്ദുക്കളായിരുന്നു അവരുടെ ഹിന്ദുക്കളെന്ന് വെച്ചാൽ ഒരു മാന്യമായിട്ടുള്ള ഹിന്ദുക്കളല്ല, വർഗീയവാദികളായിട്ടുള്ള ഹിന്ദുക്കൾ. അവരായിരുന്നു അവരുടെ ലക്ഷ്യം എന്ന് പറയുക. ഇന്നിപ്പോൾ അതിൽ നിൽക്കില്ല. മതേതരത്വത്തിന് കേരളത്തിൽ ശക്തി പ്രാപിച്ചു വന്നു എന്നുള്ളത് കൊണ്ട് ക്രിസ്ത്യാനികളെ പിടിക്കാൻ വേണ്ടി നോക്കുകയാണ്. അധികാരമോഹികളായിട്ടുള്ള ചില ക്രിസ്ത്യാനികളെ കിട്ടുന്നുണ്ട് അവർക്ക്. അധികാരമോഹികളായിട്ടുള്ള നമ്മുടെ പഴയ ഗവർണർ പോലെ കുറേ മുസ്ലിം ആൾക്കാർ അവരെ കിട്ടുന്നുണ്ട്. അതുകൊണ്ടൊന്നും ആ സമൂഹം അവരുടെ പോകുമെന്ന് ഒരിക്കലും വേണ്ട. കേരളത്തിൽ പിന്നെ വലിയ വേരോട്ടമൊന്നും BJPക്ക് ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. ഇവിടെ കണ്ണാടി ഇപ്പോൾ ജില്ലകൾ നടന്നതും പിന്നെ സ്കൂൾ നിലവാരം നടന്നതൊക്കെ തന്നെ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന പുതിയ രീതികളാണ് നമുക്ക് കാണുന്നതിന് കഴിയുന്നത്. ഇവരൊക്കെ ഈ ശാസ്ത്രജ്ഞന്മാരാവുന്നതിന് വേണ്ടി ഒരു പ്രചോദനം കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം കുട്ടികളെ നമുക്ക് തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി കഴിയും. അത്ര പിന്നെ ബുദ്ധി ഉപയോഗിച്ച് കൊണ്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്ത്. മിക്കവാറും സംസ്ഥാന ഈ വേളയിൽ ഏറ്റവും പിന്നെ ദേശീയ അടിസ്ഥാനത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന കണ്ടുപിടുത്തങ്ങൾ കുട്ടികളുടെ ഭാഗത്ത് ഉണ്ടാവുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനത്തെ കണ്ടുപിടുത്തങ്ങളൊക്കെ ഉണ്ടായിട്ടേ അതിനൊരു തുടർച്ച ഉണ്ടാവണ്ടേ? നമുക്കൊരു നേരത്തെ ഒരു ഫണ്ടൊക്കെ കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊക്കെ അതിൻ്റെ ഒരു ഡോക്യുമെന്റേഷൻ ഉണ്ട്. അതൊന്നും ശരിയായി നടക്കുന്നില്ല. നിലയിൽ ഇവിടെ ഇപ്പോൾ മത്സരം നടന്ന് സമ്മാനം വാങ്ങി പോകുന്നതല്ലാതെ അതിൽ ടാലൻ്റായിട്ടുള്ള കുട്ടികളെ പ്രത്യേകം കണ്ടുപിടിച്ചിട്ട് അവർക്കൊരു തുടർ വിദ്യാഭ്യാസവും തുടർ പ്രായോഗിക പരിജ്ഞാനവും ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞില്ല. ഇത് അടുത്ത വർഷം കാര്യത്തിൽ കാര്യം ഒരു സ്വർണ്ണക്കൊക്കെ ഇതിൻ്റെ ഒരു പ്രാധാന്യം വർദ്ധിപ്പിക്കില്ലേ? നേരത്തെ ഒരു സ്വർണ്ണക്കപ്പൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പണമൊക്കെ പിരിച്ചിരുന്നു പറഞ്ഞ കാര്യത്തിൽ. സ്വാഭാവികമായിട്ടും അങ്ങനെയൊക്കെ കൊണ്ടുവന്നാലല്ലേ കുറച്ചുകൂടി കുട്ടികളൊക്കെ ഇതിലേക്ക് ആകർഷിക്കപ്പെടും. 2014 സ്വർണ്ണക്കപ്പ് വേണ്ടി കാശ് പിരിച്ചവരെ എനിക്കറിയില്ല. എന്തായാലും പിന്നെ 2016 ശേഷം അതിനുവേണ്ടി കാശ് പിരിച്ചിട്ടില്ല. ഇപ്പോൾ കാശ് പിരിക്കാതെ പിന്നെ 17.6 പിന്നെ 17.6 പവനാണോ അതിൻ്റെ കായിക പണിക്ക് ഇന്ത്യയുമായി തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ അർഹിക്കുന്നതാണ്. അടുത്ത വർഷം തീർച്ചയായിട്ടും